സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി മീനും തിന്നത്. പക്ഷെ അവര് ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോൾ 2 കഷ്ണം പച്ചക്കറിയും തിന്നു. നമ്മളെ കുട്ടികളോ സാമ്പാർ വിളമ്പിയൊക്കെ ആട്ടെ കണിച്ചൻ്റെ അടുത്ത് പോയാൽ വാരി വെക്കൂലേ? സാന്നിധ്യ ക്ഷേത്രാണ് ബിംബാനി ത്രേണി ലഗ്നേന ചിന്തയിൽ മറിഞ്ഞിട്ട് കബഡി നടത്തുന്നില്ല. അതുപോലെ മുരിങ്ങക്കായി അങ്ങോട്ട് വെക്കും, ക്യാരറ്റ് അങ്ങോട്ട് വെക്കും, വെണ്ടയ്ക്ക് അങ്ങോട്ട് വെക്കും, എന്നിട്ട് ചാറ് മാത്രം കൂട്ടി തിന്നു. എന്നിട്ട് ബർമ്മനാളിനോട് സ്വകാര്യം ജീവിക്കും, പീസ് ഉണ്ടാകും. ഇറച്ചി മീൻ തിന്നിട്ട് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പ്രേമിക്കുക, പ്രപ്പോസ് ചെയ്യുക പിള്ളേർ. ഈ ഹോർമോൺ അങ്ങ് ഉണരുക. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടില്ലേ നിങ്ങൾ? ആമയും മുയലും പന്തയം വെച്ചിട്ട് മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകുന്ന വരുന്നു. എന്തിനാ ഞാൻ നേരത്തെ പോകുന്നത്? ആടി എത്തിയിട്ട് 2 മെഡലൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് കുറച്ചൊന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയി സമ്മാനവും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ പറഞ്ഞു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. ആ കഥ നമുക്കൊന്ന് മാറ്റി പിടിക്കുക. ഈ ആമ ശരീര മനസ്സാ മുയല്. നമ്മളെ കുട്ടികളുടെ ശരീരം മെല്ലിയെ വളരൂ, മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് ഓടും. നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടേ കുമ്പിട്ട് കിടക്കാൻ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവില്ലേ? 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മ. നമ്മളെ കുട്ടിയോ ഇതാ 5ാം ക്ലാസ് പഠിക്കുന്ന മോള് നോക്കിയാട്ടെ, ഓക്ക് 10 വയസ്സായി, കുഞ്ഞിമോളല്ലേ. ഓളൊരു പശു ആയിരുന്നെങ്കിൽ ഇപ്പൊ 8 പെറ്റിട്ടുണ്ടാവില്ലേ? നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലിയേ വളരൂ, പക്ഷെ മനസ്സോ മുയലിനെ പോലെ കുതിച്ചു പോയി. ഈ കുട്ടികൾ പറയുന്ന കാനൂല് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം അവർ പറയുന്നു, എന്തെല്ലാം പഠിക്കുന്നവര്. നമ്മളെല്ലാം അന്ന് പേര് ചോദിച്ചാൽ 50 സഞ്ചി അടുപ്പിലിട്ട പോലെ ചുരുക്കി കിടക്കും. ഇപ്പോഴത്തെ പിള്ളേർ 4 ഉഷാറല്ലേ, എനർജറ്റിക്കാ, അവരുടെ മനസ്സ് ഭയങ്കര. പക്ഷെ ഈ ഹോർമോൺ അങ്ങ് കുത്തുമ്പോയില്ലേ, ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യും. വീഴുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. ഓള് പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരൂ. ആമ ട്രോഫി വാങ്ങി വരൂ. ഉയൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യേണ്ട, ഓൻ കഞ്ചാവാന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഈ പോകുമ്പോൾ മനസ്സ് പറയണ്ടേ, പോറ്റി വലുതാക്കിയ അമ്മേനെയും അച്ഛനെയും കരയിച്ചിട്ട് പോലെ മോളെ എന്ന് പറയാൻ മനസ്സ് നിൽക്കില്ല. അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്നറിയോ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിച്ചത്. എന്നാൽ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിനും 6-7 മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവർ അച്ഛനമ്മമാര്, ഉമ്മമാര്. അവരെല്ലാം മറന്നിട്ട് പോവല്ല മോളെ, ഓനെപ്പറ്റി പഠിക്കട്ടെ, നോക്കിയിട്ട് പോവാ എന്ന് പറയുന്ന മനസ്സുറങ്ങി മുയല് ആമ പോവുക. ഇതാ ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ അങ്ങനെ ഈ കാമവികാരം ഉണരുമ്പോ ഉണ്ടല്ലോ, കല്യാണം എന്ന് പറഞ്ഞ പരിപാടി വേണ്ട, അതല്ല സ്വല്യ. താലി വേണ്ട, പന്തൽ വേണ്ട, ഈടിക്കും ഫ്ലാറ്റ് എടുക്കുക, വാടക റൂം എടുക്കുക, ലിവിങ് ടുഗദർ. ഇതാ പുതിയ പിള്ളേരെ ട്രെൻഡ്. ലിവിങ് ടുഗദർ. അവിടെ ഒത്തുചേർന്നിട്ട് കുറെ കാലം മടുക്കുമ്പോൾ 2 ബൈക്ക് പോവുക. അതിലുണ്ടാകുന്ന മക്കളെ ഓൻ്റെ അച്ഛൻ നോക്കുവോ? പഞ്ചായത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് യോഗത്തിൽ പറഞ്ഞു, ഈ ലിവിങ് ടുഗദറിലുള്ള അനാഥ കുട്ടികളെ നോക്കാൻ പ്രത്യേകം മന്ദിരാക്കേണ്ടി വരൂ. കുടുംബ ബന്ധം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ ഉണ്ടാവുകയല്ലേ? ആ വിവാഹത്തിലൂടെ അച്ഛൻ, അമ്മ, അമ്മായി, അമ്മാവൻ, വല്യച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്ന് പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ പാട്ടിക്ക് തുല്യല്ലേ? അതാണ് മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന എന്നുള്ള പാട്ട് വന്നപ്പോ ഇപ്പൊ പെൺകുട്ടികൾ പറയാ വിവാഹം വേണ്ട, ലിവിങ് ടുഗദർ മതി. 1, 2 കേസല്ല. ഒരു സർവേ നടന്നപ്പോ മിക്ക ഗ്രാമത്തിലുണ്ട് ഇങ്ങനെ ആളുകൾ. ഭീകരമാണ് അവസ്ഥ. ഈ ശരീരത്തിന്റെ സുഖ സൗകര്യങ്ങളല്ല, സത്യം, ജ്ഞാനവും ആനന്ദവും സച്ചിദാനന്ദം അന്വേഷിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കണം. പ്രാപ്യവരാൻ നിബോധത. അതാണ് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്തു ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കർമ്മം X ആക്സിസ്, ചിന്ത Y ആക്സിസ്. അതാണ് ഗാന്ധി പ്ലസ് ആണ്. ടാഗോർ വലിയ സന്യാസിമാരോട് പണിയെടുക്കാൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു പണിയെടുക്കുന്നവരോട് പഠിക്കാൻ പറഞ്ഞു. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരത്തെ ത്രയങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മഹാഭാഗ്യമാണ് 3 സംസ്കാരത്രയങ്ങൾ കണ്ടുപിടിച്ചത്. ആ സംസ്കാരത്തിന്റെ പ്രകാശ ഗോപുരമാണ്
അതാണ് ഉദ്ദാലകാരിണിയോട് ശ്വേതകേതു ചോദിച്ചത്. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ഗുരുനാഥന്മാരുടാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. അങ്ങനെ വെളിച്ചം ശേഖരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഠന പ്രക്രിയക്ക് സംസ്കാരം ഉണ്ടാകൂ. അതുകൊണ്ട് ഈ ശ്രീനാരായണ പഠന കേന്ദ്രത്തിൽ സംസ്കാരം വിളയണം, സൗന്ദര്യം വിളയണം, ആർദ്രത വിളയണം, കവിത വളരണം, സ്നേഹം വളരണം. അത്തരത്തിൽ ഒത്തുചേർന്നിട്ട് മാനവികതയുടെ മൂല്യങ്ങൾ വളർത്തുന്ന ഒരിടമായിട്ട് ഈ പ്രദേശത്തെ ചോമ്പാല എന്ന മനോഹരമായ ഗ്രാമത്തെ മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അറിവിന്റെ ഇടങ്ങളാക്കി മാറ്റുക. ഒരാഴ്ചയിലെങ്കിലും ഒരു കഥയോ ഒരു കവിതയോ വായിക്കാത്തൊരു വീട് മനുഷ്യന്റെ വീടല്ലെന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബമോ ഒരുമിച്ചിരുന്ന് വായിക്കാൻ കഴിയണം. പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ഈ കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൽ ഇതാ അന്ധവിശ്വാസങ്ങൾ പുനരുദ്ധാനം ചെയ്യുന്നു. കൂടോത്ര കൊല നടക്കുന്നു, നരബലി നടക്കുന്നു. എവിടത്തേക്ക് പോകുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ നാട്ടിൽ എത്ര പ്രേതം ഉണ്ടേനു ഇല്ലേ? എത്രയൊക്കെ പ്രേതം കൂടുതലുണ്ട്, മന്ത്രിച്ച് കെട്ടലുണ്ട്, ഹോമം കഴിക്കലുണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇവിടെ പോയി പ്രേതല്ലോ. കരണ്ട് വന്നു, കരണ്ട് വന്നിട്ട് നാടാകെ ഇലക്ട്രിക്കൽ ലൈനല്ലേ, പ്രേത ആകാശത്തൂട്ടിലേ പോവാ, എല്ലാ ലൈനും വേണ്ടി ചത്തുപോയി. ഇപ്പൊ പ്രേതം ഉണ്ടോ നാട്ടില്? അതാ ആരും മരിക്കുന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെ കാലൻ ഇനി പ്രേതം എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് പോണ്ടാന്ന് പറഞ്ഞിട്ട് ആടുന്ന് വിസ കൊടുക്കാഞ്ഞിട്ടാ? ഇങ്ങനെ കുറെ വിഡ്ഢിത്തങ്ങളുമായി കൊണ്ട് നടക്കുക നമ്മൾ. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് ശാസ്ത്രബോധത്തോടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് പാശ്ചാത്യര് പിന്നെയാണ് അവർ സർവകലാശാല ഉണ്ടാക്കിയത്. പക്ഷെ അവർക്ക് ശാസ്ത്രം കരുത്തു നൽകിയത് കൊണ്ടാണ് അമേരിക്കയിലെ $1 ഇന്ത്യക്ക് 85 ഉറുപ്യ കൊടുക്കണം. ഇപ്പോ അറിയോ? $1. എന്തുകൊണ്ടാ? നമുക്ക് ദൈവമേ ഉള്ളൂ, ശാസ്ത്രമില്ല. അവർക്ക് ശാസ്ത്രമുണ്ട്, ദൈവമുണ്ട്. അതുകൊണ്ടാണ് അവര് നമ്മളെ 1 ഉറുപ്യ കൊടുത്താൽ ആർന്ന് ഒന്നും കിട്ടൂല. 85 ഉറുപ്യ കൊടുത്താലേ ആർക്ക് 1 ഉറുപ്യ കിട്ടൂ. എന്തുകൊണ്ടാ? ശാസ്ത്രം. അതുകൊണ്ട് ശാസ്ത്രീയമായ ബോധത്തോടുകൂടി, ചിന്തകളോടുകൂടി, അറിവിനെ പുതുക്കിക്കൊണ്ട്, പുതിയ പുതിയ അന്വേഷണങ്ങളിലൂടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ പഠന കേന്ദ്രം, ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രമാണ്. എന്തെന്നാ പഠിക്കേണ്ടത്? ഗുരുവിന്റെ ദർശനം മാത്രം പഠിച്ചാൽ പോരാ, അതൊന്ന് തുടങ്ങുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക, പുതിയത് പഠിക്കുക, ലേറ്റസ്റ്റ് ആയിരിക്കുന്ന അറിവുകൾ സമാഹരിക്കുക, എന്നിട്ട് അത് നമ്മുടെ ബോധമണ്ഡലത്തെ നവീകരിക്കുക. അത്തരത്തിൽ ആ നവീകരിച്ച മനസ്സുമായിട്ട് കർമ്മകാണ്ഡത്തിലേക്ക് പോവുക, പുതിയ തരത്തിലുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക. ആ പോകുമ്പോ സുഖഭോഗ ലോലുപതയല്ല, സംസ്കാരത്തിന്റെ കരുത്താണ് മനുഷ്യനാകുന്നത്. ബോധ്യത്തോടുകൂടി ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സാവണം. ശരീരത്തെ നിയന്ത്രിച്ചാൽ മനുഷ്യനായി, ശരീരം മനസ്സിനെ നിയന്ത്രിച്ചാൽ മൃഗമായി. ഇപ്പൊ ഇവിടെ ഒരു പശു വന്നെങ്കിൽ പശുവിന് മൂത്രയിക്കാൻ മുട്ടിയ ശരീരം പറയാ ഇപ്പോയിക്കണോ, മനസ്സ് പറയോ ഇവിടെ പറ്റൂല, അലലത്തട്ടെ ഇല്ല. മനസ്സ് ശരീരത്തിന് വിധേയമായിട്ട് ഇവിടെ മൂത്രയ്ക്കും, ഇവിടെ ചാണകൂടും, പട്ടി റോഡുമെന്ന് ഇണചേരും. കാരണം അതിൻ്റെ മനസ്സും പട്ടിക്കുണ്ട് കേട്ടോ. പട്ടികൾക്കും മനസ്സൊക്കെ ഉണ്ട്. കണക്കറിയാലോ നായ്ക്ക്. വീതി കുറഞ്ഞ റോഡ് മേലെ നിങ്ങൾ സ്കൂട്ടറും കൊണ്ട് പോകുമ്പോൾ റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നു. നിങ്ങൾ ഓണടിച്ച് നോക്ക്, നായി അനങ്ങൂല. കാരണം സ്കൂട്ടറിന് പോകേണ്ട വീതി ആടെ ഉണ്ടല്ലോ. തൊട്ട് വെക്കൽ ലോറി വന്ന് നോക്ക്, നായി എണീറ്റ് മാറിത്തരും. കാരണം സ്കൂട്ടറിന് വീതി കുറവാണെന്നും ലോറിക്ക് വീതി കൂടുതലാണെന്നുള്ള കണക്ക് നായ്ക്ക് അറിയുന്നതുകൊണ്ടല്ലേ മാറിത്തരുന്നത്. നായ്ക്ക് കണക്കറിയാം, പക്ഷെ നമ്മളെ കൂട്ടത്തിലെ ചില നായിക്ക് കണക്കറിയില്ല. കണ്ടെടുത്ത് ബൈക്കും വെച്ച് പോകും അല്ലേ, കണ്ടെടുത്ത് ബ്ലോക്ക് ആക്കിയിട്ട് പോകുന്നുണ്ടില്ലേ. അതാണ് ഞാൻ തമാശ പറഞ്ഞാണേ, ആരും ദേഷ്യമൊന്നും തരില്ല. ഞാൻ പറഞ്ഞു വന്നത്, മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ച മനുഷ്യനാ. നമുക്കിവിടെ മൂത്രയിക്കാൻ മുട്ടി എവിടെ വയ്ക്കോ, നമ്മളെ മനസ്സ് പറയും അനങ്ങാണ്ട് കിടക്കോ, വീട്ടിലെത്തട്ടെ. അത്തരത്തിൽ മനസ്സ് നിയന്ത്രിക്കുന്ന ശരീരവുമായിട്ട് മുന്നോട്ട് പോകുന്ന, ആ മാനവിക ബോധത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമമായിട്ട് ഈ ചോമ്പാല ഗ്രാമത്തെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഈ പഠന കേന്ദ്രം നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക, നിരന്തരം പുതിയ അറിവുകൾ കൊണ്ട് നിറയ്ക്കുക. ആ കിട്ടിയ അറിവുകൾ നിങ്ങൾ ആശയവിനിമയത്തിലൂടെ പങ്കുവെക്കുക.